അതിഥി തൊഴിലാളികളെക്കുറിച്ചും കേരളത്തിൽ നിന്ന് സമ്പാദിക്കുന്ന പണം അവർ സ്വന്തം നാടുകളിലേക്ക് അയക്കുന്നതിനെപ്പറ്റി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിൽ നടത്തിയ പരാമർശത്തിനെതിരെ വിമർശനവുമായി സുന്നി എ.പി. വിഭാഗം. മുഖ്യമന്ത്രിയുടേത് നാക്കുപിഴവോ കണക്കിലെ പിഴവോ അല്ല, കുടിയേറ്റ അതിഥി തൊഴിലാളി വിരുദ്ധതയാണെന്ന് സുന്നി എ.പി. വിഭാഗത്തിന്റെ വിമർശനം. മുഖ്യമന്ത്രിയുടെ പരാമർശം അപമാനകരവും ലജ്ജാകരവുമെന്ന് വിമർശിച്ച് സാഹിത്യകാരൻ കെ സച്ചിദാനന്ദൻ രംഗത്തെത്തിയിരുന്നു. കേരളത്തിലെ നിർമ്മാണ മേഖലയിലാകെ ഇതര സംസ്ഥാന തൊഴിലാളികളാണെന്നും കേരളത്തിൽ വിനിമയം ചെയ്യപ്പെടേണ്ട വലിയൊരു തുക ഇവരിലൂടെ റിവേഴ്സ് റെമിറ്റൻസായി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകുകയാണെന്നുമാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സഭയിൽ പറഞ്ഞത്. അധ്വാനത്തിന്റെ പ്രതിഫലത്തിൽ നിന്നും മിച്ചം പിടിക്കുന്ന തുക തൊഴിലാളികൾ സ്വന്തം നാട്ടിലേക്ക് അയക്കുന്നതിനെയാണ് റിവേഴ്സ് റെമിറ്റൻസ് എന്നതുകൊണ്ട് മുഖ്യമന്ത്രി അർത്ഥമാക്കിയത്. നിലവിൽ 40 മുതൽ 50 ലക്ഷം വരെ അതിഥി തൊഴിലാളികൾ കേരളത്തിലുണ്ട്. അവർ ഇവിടെ വളരെ കുറഞ്ഞ തുക മാത്രമാണ് ചെലവഴിക്കുന്നത്. മദ്യപാനത്തിലൂടെ സർക്കാരിലേക്ക് എത്തുന്ന നികുതി മാത്രമാണ് ഇവരിൽ നിന്നുള്ള പ്രധാന വരുമാനമെന്നും മുഖ്യമന്ത്രി പരാമർശിച്ചിരുന്നു. നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയ ഈ പരാമർശങ്ങൾക്കെതിരെ നിശിതമായ വിമർശനമാണ് ഉയരുന്നത്. മുഖ്യമന്ത്രിയുടേത് വംശീയതയും അപരവിദ്വേഷവും നിറഞ്ഞ ഭാഷയാണെന്നാണ് പ്രധാന വിമർശനം. വിദേശ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് മലയാളികൾ എത്തിക്കുന്ന പണത്തിന്റെ 10-1 പോലും അതിഥി തൊഴിലാളികൾ കേരളത്തിൽ നിന്നും കൊണ്ടുപോകുന്നില്ലെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. പിന്നെ എങ്ങനെ നമ്മുടെ പണത്തിന്റെ സിംഹഭാഗം എന്നിതിനെ പറയും? ഇതിനു പിന്നിൽ വലതുപക്ഷ രാഷ്ട്രീയമാണ്. ഈ ശബ്ദം തന്നെയാണ് യൂറോപ്പിലെ വലതുപക്ഷം ഉയർത്തുന്നതെന്നും സുന്നി എ.പി. വിഭാഗം വിമർശനമുന്നയിക്കുന്നു. SYS സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വി.ഡി. സതീശനെതിരെ വിമർശനമുന്നയിച്ചത്. വിവിധ ഏജൻസികളുടെ പഠന റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചാണ് അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ വിമർശനം. 2023 കേരള മൈഗ്രേഷൻ സർവേ പ്രകാരം കേരളത്തിലേക്ക് വന്ന പ്രവാസി പണം 2,16,893 കോടി രൂപയാണ്. ഇത് സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ 1.7 ഇരട്ടിയും ആഭ്യന്തര ഉൽപാദനത്തിന്റെ 23.2%. അതേസമയം ഇതര സംസ്ഥാന തൊഴിലാളികൾ അവരുടെ നാടുകളിലേക്ക് അയക്കുന്ന തുക ഗിഫ്റ്റ് നടത്തിയ പഠനത്തിൽ പ്രതിവർഷം ഏകദേശം 17,500 കോടി രൂപയെന്നും പിന്നീടുള്ള പ്രൊജക്ഷനുകളിൽ 25,000 കോടിയോളമാണെന്നും കണക്കാക്കുന്നു. അതായത് കേരളത്തിലേക്ക് വരുന്ന പ്രവാസി പണത്തിന്റെ 8 മുതൽ 15% വരെ മാത്രം. ഈ ആധികാരികമായ കണക്കുകൾ നിലനിൽക്കെയാണ് മുഖ്യമന്ത്രി സഭയിൽ വസ്തുതാവിരുദ്ധ വംശീയ പരാമർശം നടത്തിയതെന്നും അതിഥി തൊഴിലാളികളുടെ പണം കാണുന്നവർ അവരുടെ അധ്വാനം കാണുന്നില്ലെന്നും വിമർശനമുയരുകയാണ്. ലജ്ജാകരമായ പ്രസ്താവന വി.ഡി. സതീശൻ പിൻവലിക്കണമെന്നായിരുന്നു സാഹിത്യകാരൻ കെ സച്ചിദാനന്ദൻ സാമൂഹ്യ മാധ്യമ കുറിപ്പിലൂടെ പ്രതികരിച്ചത്. മുഖ്യമന്ത്രിയുടെ പരാമർശം ശരിയല്ലെന്നും ഇത്ര വില കുറഞ്ഞ അഭിപ്രായം പാടില്ലായിരുന്നുവെന്നും മുൻമന്ത്രി കെ രാജനും വിമർശിച്ചു. ന്യൂസ് മലയാളം, കോഴിക്കോട്.